തീർച്ചയായും ശ്രീ നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ 3 F-15 വിമാനങ്ങൾ, ഒരു ഇന്ധന ടാങ്കർ ഇറാഖിൽ തകർന്നു. വിമാനവാഹിനി കപ്പൽ തീപിടിച്ചു. അമേരിക്കയ്ക്കുണ്ടായ നഷ്ടങ്ങളാണ്. A-10 വിമാനങ്ങൾ, ജോർഡൻ, ഖത്തറിൽ, UAE എന്നീ മേഖലകളിൽ റഡാറിൽ തകർച്ചയുണ്ട്. ഇങ്ങനെ വലിയ നഷ്ടങ്ങൾ അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട്. ഒരു കരയുദ്ധത്തിന് തയ്യാറാണെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്നുള്ള വെല്ലുവിളിയും ഇറാൻ നടത്തുകയാണ്. അപ്പോൾ കരയുദ്ധത്തിലേക്ക്, ആ രൂപത്തിൽ നീളുന്ന യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? വളരെ കുറവാണ്. കാരണം അമേരിക്കയ്ക്ക് അറിയാം, ഒരു കരയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഇത്രയും നാളും ഡാമേജ് എക്കണോമിക് ഡാമേജ് മാത്രമായിരുന്നു. പക്ഷേ ഇതിന് ഫിസിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ട്രംപിനെ ബാധിക്കും. കാരണം ഒരു യുദ്ധവും തുടങ്ങില്ല. ഒരു സൈനികനെ പോലും നമ്മുടെ രാജ്യത്തിന് പുറത്ത് വിടില്ല, ഒരു സൈനികൻ്റെ ചോര പോലും നിങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ് എലക്ട് ചെയ്യപ്പെട്ട് വന്നൊരു പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കരയുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് ഇറാൻ്റെ ഒരു ട്രാപ്പാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ടും ഖാർഗ് ഐലൻഡ് പോലും പിടിച്ചെടുക്കാൻ ശ്രമിക്കാതിരുന്നത്. കാരണം വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാവും, അത് തീർച്ചയായിട്ടും ബാധിക്കും. മാത്രമല്ല, ഇപ്പം തന്നെ ജനങ്ങൾ അസ്വസ്ഥരാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ എക്കോണമി ആയിട്ടുള്ള അമേരിക്ക ഇന്ന് ഏറ്റവും വലിയ കടത്തിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം 38-39 ട്രില്യൺ US$ കടം. 31 ട്രില്യൺ ഡോളർ എക്കോണമിയാണ് അമേരിക്ക. അതായത് സ്വന്തം GDP-യുടെ 125% കടം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനു മുമ്പ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ കടം വന്നത് 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം ചെയ്തത് മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, ഈ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളെല്ലാം കൂടിയാണ് ഇത്രയധികം കടത്തിലേക്ക് എത്തിച്ചത്. ഇനി എനിക്ക് പാകിസ്ഥാനെക്കുറിച്ചും ഒന്ന് പരാമർശിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ സ്റ്റേറ്റസ് എന്താണ്, ഇന്ത്യ നിരാശപ്പെടണമെന്നൊരു ചോദ്യം മുമ്പ് ചോദിച്ചിരുന്നു. അതിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറയാം, നമ്മൾ നോർമലി ചിന്തിച്ചാൽ നമുക്കിപ്പോൾ ഒരു രണ്ട് കൂട്ടർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടുപുറത്താണെങ്കിൽ ഒന്നെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും, അല്ലെങ്കിൽ ഒരു ലോക്കൽ പൊളിറ്റീഷ്യനെ വിളിക്കും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു അയൽക്കാരനെ വിളിക്കും. ഈ അയൽക്കാരനാണ് പാകിസ്ഥാൻ. അതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇതിനു മുമ്പ് അമേരിക്ക എപ്പോഴൊക്കെയാണ് പാകിസ്ഥാനെ സമീപിച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഒന്ന്, അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ ഇറക്കാനായിട്ട് അഫ്ഗാനിസ്ഥാൻ യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചു. കാരണം അവരുമായിട്ടുള്ള ബന്ധം, അടുപ്പം, അയൽക്കാരൻ. ഇറാൻ അയൽക്കാരൻ. അഫ്ഗാനിസ്ഥാനിൽ തന്നെ സോവിയറ്റ് യൂണിയൻ പണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് 1988 പാകിസ്ഥാനെ സമീപിച്ചു. ചൈനയുമായിട്ട് 1971 അമേരിക്ക ബന്ധം അടുപ്പിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അയൽക്കാരൻ അഥവാ ഒരു കളിപ്പാവ എന്നുള്ള സ്റ്റേറ്റസ് മാത്രമാണ് പാകിസ്ഥാനുള്ളത്. ഇന്ത്യക്ക് നിരാശപ്പെടേണ്ടതില്ല. പക്ഷേ ഇന്ത്യക്ക് ഇതൊരു അവസരമായിരുന്നു എന്നുള്ളത് അല്ല എന്നൊരിക്കലും വാദിക്കാൻ പറ്റില്ല. കാരണം തീർച്ചയായിട്ടും ഒരു അവസരമായിരുന്നു. ഒരു നെഗോഷിയേഷൻ, ഈ നെഗോഷിയേഷൻ തകരാൻ കാരണം എന്താ? കാരണം ഇതിൻ്റെ അകത്തെ 4 സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 1 അമേരിക്ക, 2 ഇറാൻ, 3 ഇസ്രായേൽ, 4 ഗൾഫ് രാജ്യങ്ങൾ. ഇതിലെ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധം പാകിസ്ഥാനുണ്ട്. ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. എന്നാൽ ഇന്ത്യ ഈ യുദ്ധം നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ അവിടെ ചെന്നപ്പോഴത്തേക്കും മാതൃരാജ്യം പിതൃരാജ്യം എന്നൊക്കെ പരസ്പരം വിളിച്ചതാണ്. ആ വിളിയിൽ എന്തെങ്കിലും സത്യമോ അർത്ഥമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകാമായിരുന്നു. ശരിയാണ്, ട്രഡീഷണലി നമ്മൾ ഇൻവോൾവ് ആകാറില്ല, നമ്മുടെ കാര്യത്തിൽ ആരെയും ഇൻവോൾവ് ആക്കാറുമില്ല. പക്ഷേ പോയിരുന്നെങ്കിൽ ഇന്ന് ഒരു ഗ്ലോബൽ പീസ് മേക്കർ എന്നുള്ള സ്റ്റേറ്റസിലേക്ക് ഉയരാൻ ഇന്ത്യക്ക് സാധിച്ചതിനെ 4 കൂട്ടരുമായിട്ട് തിരക്കേടില്ലാത്ത ബന്ധമുണ്ട്. ഇറാന് മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇസ്രായേലിന് മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്, അമേരിക്കയുമായിട്ട് തിരക്കേടില്ലാത്ത ബന്ധമാണ്. അപ്പോൾ ഈ 4 കൂട്ടരെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു അർത്ഥവത്തായ ചർച്ചയിൽ ഒരു കൺക്ലൂഷൻ കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു ഗ്ലോബൽ പീസ് മേക്കർ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റസ് തീർച്ചയായിട്ടും കിട്ടിയേനെ. പക്ഷേ അതിൻ്റെ അകത്ത് പല വാദങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വാദം, പാകിസ്ഥാന് കിട്ടിയതുകൊണ്ട് ഇന്ത്യ നിരാശപ്പെടേണ്ടതില്ല. പക്ഷേ ഇന്ത്യക്ക് കിട്ടാവുന്ന അവസരമായിരുന്നു. അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നേക്കുമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ റെസ്യൂമേയിൽ ഒരു സ്റ്റാമ്പായിരുന്നതിന്. കാരണം ഈ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ്? ചൈനയോ റഷ്യയോ ഒന്നുമല്ല, ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ, അതായത് പോപ്പുലേഷൻ വെച്ച് ഏറ്റവും വലിയ രാജ്യമായ നമ്മളെയാണ്. കാരണം LPG ആയാലും LNG ആയാലും ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഫെർട്ടിലൈസർ ആയാലും റെമിറ്റൻസസ് ആയാലും എല്ലാം ബാധിക്കാൻ പോകുന്നത് ഏകദേശം 150 കോടി ഇന്ത്യയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഞങ്ങൾ മുൻകൈ എടുത്ത് പതിവ് ഒരു ചർച്ച എന്ന് പറയുന്ന അല്ലെങ്കിൽ ചമ്മൽ കാണിക്കേണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.